പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എറണാകുളത്ത് അത്താണി എയർപോർട്ട് റോഡിൽ KSEB കുഴിച്ച കുഴികളിൽ വീണ് യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നത് തുടർക്കഥയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് KSEB ഭൂഗർഭ കേബിളിനായി റോഡിൽ കുഴി കുഴിക്കുന്നത്. സുരക്ഷ ഒരുക്കാതെയുള്ള മരണക്കുഴികൾ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കേട്ടു റിപ്പോർട്ട്. KSEB റോഡിൽ കുഴിച്ച കുഴിയിൽ വീണ് എറണാകുളത്ത് യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നത് തുടർക്കഥയാവുകയാണ്. കുഴിച്ച ശേഷം ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും സ്ഥാപിക്കാതെയാണ് ജീവനക്കാർ പോകുന്നത്. മാഞ്ഞാലി അത്താണി എയർപോർട്ട് റോഡിൽ പലയിടങ്ങളിലായി 5 അടി ആഴമുള്ള ഇത്തരം കുഴികളുണ്ടായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കുഴിയിൽ ഏറ്റവും അവസാനം വീണത് പറവൂർ സ്വദേശിയായ സുലൈമാനാണ്. ബൈക്കിൽ പുലർച്ചെ 5 മണിക്ക് ജോലിക്ക് പോകുമ്പോഴാണ് കുഴിയിൽ വീണ് തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റത്. പോണത് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വണ്ടി മറിഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എന്നെ അവിടെ ഒരു കടക്കാരൻ പിടിച്ച് കയറ്റി കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു സാധനം അതിന് തടസ്സം വെക്കുക, അല്ലെങ്കിൽ ഒരു കോല് കുത്തി വെക്കുക, ഒരു വാരിക്കേടിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം വെക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. ചില കുഴികൾ കുത്തുമ്പോൾ നാടൊക്കെ കെട്ടി വെക്കും. ഇതൊന്നുമില്ല, വെറുതെ തുറസായിട്ട് അങ്ങനെ താത്തിട്ട് 2 ആൾ താഴ്ചകളുണ്ട് കുഴി. ബൈക്ക് ഉൾപ്പെടെ കുഴിയിലേക്ക് വീഴുന്ന ശബ്ദം കേട്ട് നാട്ടുകാരനാണ് സുലൈമാനെ മുകളിലേക്ക് കയറ്റിയത്. ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു. ഞാൻ ഒച്ചയായിട്ട് ഓടിച്ചെന്ന് അയാളെ വലിച്ചെടുത്ത് കയറ്റി മകനെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കണ്ടില്ലായിരുന്നെങ്കിൽ മരണം സംഭവിക്കും. അപകടം മനഃപൂർവ്വം ഈ വർക്ക് എടുത്ത ആളുകളുടെയൊക്കെ ഏറ്റവും വലിയ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന മരണങ്ങളാണ്. ഭൂഗർഭ കേബിളിനായി റോഡ് തോറും കുഴിച്ചുവെക്കുന്നതല്ലാതെ KSEB പണി പൂർത്തിയാക്കിയിട്ടില്ല. കഴിഞ്ഞ 1.5 മാസമായി ഇത് തുടങ്ങിയിട്ട്. അതായത് 3ാമത്തെ കുഴി എടുക്കലാണ്. ഒരേ കുഴി തന്നെ 3 പ്രാവശ്യം തുറന്ന് ഇതിലെ വിഷയമെന്ന് പറഞ്ഞാൽ ഇവർ തുറന്നു കഴിഞ്ഞ് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത് നോക്കണത്, പണിയെടുക്കണത്. ഇതിന് KSEBയുടെ മറ്റു ഉദ്യോഗസ്ഥരോ വന്ന് മേൽനോട്ടം കൊടുക്കാനോ അവർ യാതൊരു ഉത്തരവാദിത്വം അവർ കാണിക്കുന്നില്ല. മാഞ്ഞാലി റോഡിൽ തന്നെ 2 ആഴ്ച മുൻപ് മറ്റൊരു കുഴിയിൽ ഒരു ദിവസം തന്നെ 2 ബൈക്ക് യാത്രക്കാർ വീണിരുന്നു. എടയാർ റോഡിലും KSEBയുടെ കുഴിയിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റു. നാട്ടുകാരുടെ പ്രതിഷേധത്തോടെയാണ് അവിടെ കുഴികൾ മൂടിയത്. സുരക്ഷ ഒരുക്കാതെയുള്ള മരണക്കുഴികൾ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. റോഡ് തോറും സ്വാഭാവികമായിട്ടുള്ള അനേകം കുഴികളുണ്ട്. അതിനൊപ്പമാണ് അധികൃതരുടെ അനാസ്ഥ കൊണ്ടുള്ള ഇത്തരം മരണക്കുഴികളും. ഇതിൽ വീഴുന്നതാകട്ടെ ഒന്നും അറിയാത്ത സാധാരണക്കാർ. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. എന്താ പറയുക, ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോഴേ വാരിക്കുഴി ഒഴുക്കി മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഇരിക്കുന്നവരെന്ന് തന്നെയല്ലേ പറയേണ്ടത്. ഒരു കാരണവശാലും ആ കരാറുകാർക്ക് പിന്നീട് ഈ പണി കൊടുക്കരുത് എന്നുള്ളത്, അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥനെയും ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിൽ പോയി കുറച്ചാൾ ഇരിക്കുമ്പോഴേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. ഇതിൽ ഏതെങ്കിലും തരത്തിൽ അയാൾ വീണ് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ തലയൊക്കെ ഒന്ന് പൊട്ടി അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ആരും സമാധാനം പറയും. ഇപ്പോൾ തന്നെ ഗുരുതരമായി പരിക്കേറ്റാണുള്ളത്. പലപ്പോഴും നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴാണ് വലിയ അപകടങ്ങളുണ്ടാവും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനും കഴിയില്ല. വലിയ കുഴിയൊക്കെ ആയിരിക്കും കൊണ്ടിടുക. അങ്ങോട്ട് പോകുമ്പോൾ കുഴി കാണത്തില്ല, തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുഴി കാണുകയും ചെയ്യും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ പഴയ സിനിമകളിലെ ബാലങ്കേ നായരുടെ അവസ്ഥയാണ് ഈ റോഡ് കുറിക്കാൻ വരുന്ന ഈ കരാറുകാരനുള്ളത്. റോഡൊക്കെ വൃത്തിയായിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കി ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ റോഡ് കംപ്ലീറ്റ് കുഴിച്ചിട്ടിട്ടങ്ങ് പോകും. അത് മൂടിയിട്ട് പോകില്ല. അങ്ങോട്ട് പോകുന്ന സമയത്ത് റോഡ് ക്ലീൻ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാത്രിയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം 40 കിലോമീറ്റർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ വരുമ്പോൾ ബൈക്ക് കുഴി വീഴൂലേ? വീണ ആൾക്കാർക്ക് കുഴപ്പം പറ്റൂലേ? ഇത് ആര് ചോദിക്കാൻ, ആര് പറയാൻ?